ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്തപ്പനും കുഞ്ഞുമോളും ചാരുവിൻ്റെയും ആകാശിൻ്റെയും രണ്ടാമത്തെ താലികെട്ട് ചടങ്ങ് മുടക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ താലി കെട്ടാൻ വേണ്ടി ആകാശ് ഒരുങ്ങുന്ന ആ സമയത്ത് തന്നെ ശാന്തപ്പൻ നിർത്തട എന്ന് പറയാണ് ഒച്ചയെടുത്തോണ്ട്. അങ്ങനെ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കുകയാണ്. എന്നിട്ട് ശാന്തപ്പൻ വന്ന് പറയണേ, എന്താണാവോ ഇവിടെ ഒരു ചടങ്ങ്, ഇവിടെ എന്താ വല്ല മരണവും കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ പറയണേ, ശാന്തപ്പ, നിൻ്റെ വായിൽ നിന്നും നല്ലതൊന്നും വരില്ല എന്നുള്ളത് അറിയാം, പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വേണ്ടാത്ത സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, എന്ത് നല്ല കാര്യമാണാമോ, എൻ്റെ മരുമകൾ ചാരുവിൻ്റെ രണ്ടാമത്തെ താലികെട്ട് ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ കുഞ്ഞുമോള്, നിങ്ങളുടെ മരുമകളോ? അപ്പോഴും കണ്ടില്ലേ, ഇവർ പറയുന്നത് ചാരു നിങ്ങളുടെ മകളാണെന്നുള്ളത് പറയുന്നില്ല. അപ്പോൾ ശാന്തപ്പൻ, എടി കുഞ്ഞുമോളെ, ഇവരെന്ത് പറഞ്ഞിട്ടെന്താ, എൻ്റെ മകളുടെ താലികെട്ട് ചടങ്ങ് ഞാൻ അറിയാതെ കഴിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. കേട്ടപ്പോൾ ചാരു അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ കുഞ്ഞുമോൾ പറയണ, ആരാടി നിൻ്റെ അച്ഛൻ? നിനക്കങ്ങനെ അച്ഛനാണെന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ ഈ ഒരു ചടങ്ങിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുമായിരുന്നില്ലേ? നീ ഞങ്ങളോട് പറയാതെ മറച്ചു വെച്ച് ഈ ചടങ്ങ് നടത്താൻ ശ്രമിക്കുമായിരുന്നോ? അപ്പോൾ ആകാശ് പറയണ, അമ്മായി, അമ്മാവ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, ഞങ്ങൾ ഈ ചടങ്ങ് പെട്ടെന്നാണ് തീരുമാനിച്ചത്, അതുകൊണ്ട് ആരെയും വിളിക്കാൻ കഴിഞ്ഞില്ല. അത് കേട്ടപ്പോൾ ശാന്തപ്പൻ, ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ഇത്രയും പേരെ ക്ഷണിച്ചിട്ടാണോ ഇവരൊക്കെ വന്നത്? നിൻ്റെ ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളും ഉണ്ടല്ലോ, അതുകൊണ്ട് നീ കൂടുതൽ അങ്ങ് വാചകം അടിക്കുകയൊന്നും വേണ്ട. അപ്പോഴാണ് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നതും കണ്ടോണ്ട് നിൽക്കുന്ന ഹേമയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ ഹേമയെ കണ്ടപ്പോൾ ശാന്തപ്പൻ പറയാണ്, നമസ്കാരമുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും ഇപ്പോൾ പെട്ടെന്ന് വന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. എൻ്റെ മകളുടെ താലികെട്ട് ചടങ്ങ് എന്നെ അറിയിക്കാതെ ഇവർ ഈ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഈ സമയത്ത് എന്നോട് പറയാതെ എൻ്റെ മകളുടെ താലികെട്ട് ചടങ്ങ് ഞാൻ അറിഞ്ഞിട്ടും വരാതിരുന്നിട്ട് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിൽ ഈ നിൽക്കുന്ന മാഷുണ്ടല്ലോ, പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ചടങ്ങുകൾക്കും എന്നെ ക്ഷണിക്കുകയുമില്ല, എന്നെ ഒരു മര്യാദയും എനിക്ക് തരില്ല. അതിനൊരു തടയിടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അത് കേട്ടപ്പോൾ ശ്രേയ പറയണേ, നിങ്ങളൊന്ന് സമാധാനപ്പെടും, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഈ ചടങ്ങ് നല്ലതുപോലെ കഴിഞ്ഞ ശേഷം എന്താന്ന് വെച്ചാൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. ഇല്ല മേഡം, ഈ ചടങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, അപ്പം പിന്നെ ഈ ചടങ്ങ് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് കേട്ടപ്പോൾ ബാലൻ ദേഷ്യപ്പെടുകയാണ്. അത് പറയാൻ നീ ആരാടാ ശാന്തപ്പ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ മകളുടെ കല്യാണ ചടങ്ങ് നടത്താൻ നീ ആരാണ്? നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബാലന് ഒന്നും പറയാൻ കഴിയുന്നില്ല. മിണ്ടാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചാരു പറയണ, എന്നോട് ചോദിച്ചിട്ടാണ് ബാലമാമ, എന്നോട് ചോദിച്ചതാണ് നിങ്ങളോട് പറയണോ എന്നുള്ളത്. ഞാനാണ് പറഞ്ഞത് നിങ്ങളെ അറിയിക്കേണ്ട എന്നും നിങ്ങളെ വിളിക്കേണ്ട എന്നും നിങ്ങളെ അറിയിക്കേണ്ട എന്നും പറഞ്ഞത് ഞാനാണ്. അത് കേട്ടപ്പോൾ ശാന്തപ്പനും കുഞ്ഞുമോളും എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. അത് കേട്ടപ്പോൾ കുഞ്ഞുമോള് പറയാണ്, എടി മഹാഭാബി, നിന്റെ സ്വന്തം അച്ഛനെ നീ ഈ വീട്ടിലേക്ക് വന്നു കയറിയതോടുകൂടി നീ മറന്നു കളഞ്ഞല്ലോ. അപ്പോൾ ചാരു പറയണേ, മറക്കാതെ പിന്നെ ഇവരൊരു അച്ഛനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? എന്നോട് ദ്രോഹം മാത്രമല്ലേ ഇവർ അച്ഛനാണെന്നും പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളത്? സ്വന്തം അച്ഛനാണെന്നും പറഞ്ഞ് ഇയാൾ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ശാന്തപ്പൻ പറയണേ, നിന്നെ ഇത്രയും വലുതാക്കി വളർത്തി വലുതാക്കിയില്ലേ? അത് കേട്ടപ്പോൾ ചാരു പറയണേ, നിങ്ങളാണോ എന്നെ വളർത്തി വലുതാക്കിയത്? എന്നെ വളർത്തി വലുതാക്കിയത് ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് നാണക്കേടാണ് ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കുടിയും നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രമാണ് നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടുള്ളൂ. ഒരു മകളായി നിങ്ങൾ എന്നെ കണ്ടിരുന്നെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എൻ്റെ വിവാഹം നടത്തി തരികയാണ് വേണ്ടിയിരുന്നത്. എത്ര വൃത്തികെട്ട അച്ഛനാണെങ്കിലും ശരി, സ്വന്തം മകളുടെ കല്യാണത്തിന് നല്ലൊരു വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി നല്ലൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ എന്താണ് എന്നെ ചെയ്തത്? നിങ്ങൾ ഏതോ ഒരു റൗഡിയെ കൊണ്ടുവന്ന് ബാബുക്കുട്ടൻ്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ നിങ്ങൾ എന്നെ നോക്കിയത്? നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി, നിങ്ങളുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മകളെ പോലും ബലിയാടാക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല. അങ്ങനത്തെ നിങ്ങളെ ഒരു അച്ഛനായിട്ട് എനിക്ക് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ശാന്തപ്പൻ പറയണേ, ഇനി നീ ഒരക്ഷരം മിണ്ടിയാൽ ഞാൻ നിന്നെ എന്താണ് ചെയ്യുക എന്ന് പറയാൻ പോലും എനിക്ക് അറിയില്ല. ഞാൻ നിന്നെ ബാബുക്കുട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നീ ഇപ്പോൾ ബാബുക്കുട്ടനെയാണ് കല്യാണം കഴിച്ചിരുന്നതെങ്കിൽ നീ ഇപ്പോൾ സന്തോഷത്തോടു കൂടി മഹാറാണിയായിട്ട് ജീവിച്ചേനെ. ആ ബാബുക്കുട്ടനാണ് നിന്നെ കല്യാണം കഴിച്ചതെങ്കിൽ നിന്നെ ഇപ്പോൾ ഉള്ളം കയ്യിൽ വെച്ച് നടന്നേനെ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൻക്ക് നിന്നെ എന്ന് പറഞ്ഞപ്പോൾ, ആര്? ആ ബാബുക്കുട്ടനോ? ഇപ്പോൾ ഞാൻ ആ ബാബുക്കുട്ടനെയാണ് കല്യാണം കഴിച്ചിരുന്നതെങ്കിൽ എനിക്ക് ആഴ്ചയിൽ അവനെ കാണാൻ വേണ്ടി സെൻട്രൽ ജയിലിൽ പോവേണ്ടി വന്നേനെ. അത്രയ്ക്ക് വൃത്തികെട്ടവനുമായിട്ടാണ് നിങ്ങൾ എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി നോക്കിയത്. അതിനു വേണ്ടിയാണ് നിങ്ങൾ ശ്രമിച്ചത്. ഇപ്പോഴും എന്നെ ദൈവത്തെ പോലെ കാത്തു രക്ഷിച്ച് എന്നെ ഇപ്പോഴും സംരക്ഷിച്ചു
ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ബാലമാമയാണ് എന്ന് പറഞ്ഞപ്പോൾ ബാലന് തന്നെ ഒരുപാട് സന്തോഷമാവാണ്. എല്ലാവർക്കും മുന്നിൽ ചാരു ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ. അപ്പോൾ ശാന്തപ്പനാണെങ്കിലോ നാണം കേട്ട് ഇങ്ങനെ എല്ലാവർക്കും മുന്നിൽ ഞെട്ടലോടുകൂടി ചാരുവിൻ്റെ സംസാരം കേട്ട് നിൽക്കണം. അപ്പോൾ ശാന്തപ്പൻ പറയണ അത് ശരിയാണ് നീ പറഞ്ഞത്, നിനക്ക് ജീവിതം കിട്ടി, പക്ഷേ നിനക്ക് സന്തോഷമുണ്ടോ? ഏടി എന്താടി നീ മിണ്ടാതെ നിൽക്കുന്നത്, നിനക്ക് ഇവിടേക്ക് വന്നു കയറിയിട്ട് വല്ല സന്തോഷവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചാരു പറയണേ എനിക്ക് നല്ല സന്തോഷമുണ്ട്, ഞാൻ മനസമാധാനത്തോടു കൂടി തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ കുഞ്ഞുമോള് പറയണേ എന്തിനാണ് ചാരു നീ വെറുതെ നുണ പറയുന്നത്, നീ ഇവിടെ സന്തോഷത്തോടു കൂടിയല്ല ജീവിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം, നീ എന്തിനാ എല്ലാവർക്കും മുന്നിൽ വെച്ച് ഇങ്ങനെ നുണ പറയുന്നത്, നീ സത്യം പറയും, നിനക്കിവിടെ ഒരു സന്തോഷവും ഇല്ലല്ലോ. അപ്പോൾ ചാരു പറയണേ എനിക്കിവിടെ സന്തോഷമില്ല എന്ന് പറഞ്ഞാലേ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇതൊക്കെ ചോദിക്കാൻ? അത് കേട്ടപ്പോൾ വീണ്ടും ശാന്തപ്പനും കുഞ്ഞുമോളും അങ്ങ് ഞെട്ടിപ്പോവാണ്. ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടിട്ട് ഇതുവരെ നിങ്ങൾ ഞങ്ങളേനെ രണ്ടുപേരെയും ആ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ല മര്യാദയും നിങ്ങൾ ചെയ്തോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പോൾ എൻ്റെ സന്തോഷവും സമാധാനവും അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. എൻ്റെ അക്കുചേട്ടൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. അങ്ങനത്തെ നിങ്ങളേനെ ഈ പരിപാടിക്ക് എങ്ങനെ വിളിക്കും? നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം വെച്ച് നിങ്ങൾ ഈ വീട്ടിൽ വന്ന് എൻ്റെ ബാലമാമയെയും അക്കുചേട്ടനെയും നാണം കെടുത്താനാണ് നിങ്ങൾ നോക്കുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിളിക്കണ്ട എന്നുള്ളത് ഞാൻ ബാലമാമയോട് പറഞ്ഞത്. അപ്പോൾ ശാന്തപ്പൻ പറയാൻ എടോ ബാലമാഷേ, എൻ്റെ മകളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതൊക്കെ നിൻ്റെ ബുദ്ധിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആകാശ് പറയണ് മാമ വെറുതെ എന്തിനാണ് അച്ഛനെ പറയുന്നത്? ചാരു പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത്? നിങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് പ്രശ്നമുണ്ടാക്കാൻ തന്നെയല്ലേ? എങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഫംഗ്ഷൻ കുളമാക്കണം, അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം? ഏതായാലും നിങ്ങൾ ഈ ഫംഗ്ഷൻ ഇപ്പോൾ എത്തിയല്ലോ, നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അതിനൊരു കുറവുണ്ടായിരുന്നു, ഇപ്പോൾ അതേതായാലും നികത്തിയല്ലോ. നിങ്ങൾ ഏതായാലും ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് ഇനി ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഈ ഫംഗ്ഷൻ ഒന്ന് ഭംഗിയായി നടത്താൻ നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശാന്തപ്പൻ പറയുന്നു ഇല്ലടാ, എനിക്കൊരു മര്യാദയും വിലയും തരാത്ത ഈ ഫംഗ്ഷന് ഞാൻ എന്തായാലും പങ്കെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞുമോൾ പറയണേ ഈ ഫംഗ്ഷൻ നടത്തില്ല എന്ന് തന്നെ പറയണം. അതെ കുഞ്ഞുമോളെ, ഞാൻ എന്തായാലും ഈ പരിപാടി ഇവിടെ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഗോവിന്ദൻ പറയണ ശാന്തപ്പ എന്തിനാണ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഏതായാലും ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ, നിങ്ങളെ അപമാനിക്കാനൊന്നുമല്ല നിങ്ങളോട് പറയാതിരുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ്. ഏതായാലും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നു, ഇനിയിപ്പോൾ ഈ ഫംഗ്ഷൻ നല്ലതുപോലെ നടത്താൻ നിങ്ങൾ തന്നെ സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ശരിയാവും ഗോവിന്ദ? ഞങ്ങളെന്നെ വിളിക്കാത്ത ഇടത്തേക്ക് ഞങ്ങൾ വന്ന് ഇനിയിപ്പോൾ ഈ ഫംഗ്ഷൻ നല്ലതുപോലെ നടത്തണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഞങ്ങളതിനെ ആദ്യം തന്നെ അറിയിക്കണം എന്നുള്ള മര്യാദ നിങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ലല്ലോ. രമേശൻ പറയണ അല്ല, അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാൻ പറയാൻ പോകുന്നതും ചെയ്യാൻ പോകുന്നതും എൻ്റെ മകൾ ചാരുവിൻ്റെ കഴുത്തിൽ നിന്നും ഇപ്പോൾ താലി ഏതായാലും ആകാശ് ഊരിയെടുത്തല്ലോ, ഇനിയിപ്പോൾ അത് രണ്ടാമത് കെട്ടിക്കൊടുക്കാൻ ഞാനത് സമ്മതിക്കില്ല. കേട്ടപ്പോൾ ബാലൻ അങ്ങ് ദേഷ്യം വരികയാണ്. നീ ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കാതെ പോയിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവന് കൊതിയുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നും രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശാന്തപ്പം വീണ്ടും കള്ളു കുടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തന്നെ ഒരുങ്ങുകയാണ്. ശാന്തപ്പം പറയണേ ഇനി എൻ്റെ മകൾ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇപ്പം തന്നെ ചാരുവിനെയും കൂട്ടി ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ ബാലൻ പറയണേ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ശാന്തപ്പ നീ ചാരുവിനെയും കൊണ്ട് ഇവിടെ നിന്നൊന്ന് പോവാൻ നോക്ക്, നീ പിന്നെ ഇവിടെ നിന്നും ജീവനോടെ തിരിച്ചു പോകില്ല. അപ്പോൾ കുഞ്ഞുമാള് വെറുതെ ഭീഷണിപ്പെടുത്തണ്ട, ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചാരുവിനെയും കൊണ്ട് തന്നെയാണ് പോവൂ. ചാരു ഇവിടെ സ്വർഗത്തിലൊന്നുമല്ല ജീവിക്കുന്നത്, ഇവിടെ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസവും അനുഭവിച്ചിട്ട് തന്നെയാണ് ചാരു ജീവിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ ഹേമയുണ്ടല്ലോ, എൻ്റെ ചാരുവിന് ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ വീണ്ടും ചാരുവിനെ കൊണ്ട് തുണി വിൽപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞു വിടുന്നത്. സാരി വിറ്റ് ആ പൈസ കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ. അത് കേട്ടപ്പോൾ എല്ലാവരും അന്തം വിട്ടു പോവുകയാണ്. അപ്പോഴത്തേക്കും ഹേമക്ക് പിന്നെ ദേഷ്യം വരികയാണ്. അപ്പോൾ ഹേമ പിന്നെ മിണ്ടാതിരുന്ന ഹേമ തിറകുകയാണ്. എന്നിട്ട് പറയണേ എന്താടി നീ പറയുന്നത്? നിന്റെ ചോരു, നിന്റെ ഒരു ചാരു, നിന്റെ ചാരു കൊണ്ടുവന്നിട്ട് വേണമല്ലോ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ. ഇവളുടെ ചെലവ് കൊണ്ടല്ലേ ഞങ്ങൾ എല്ലാവരും ജീവിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് ഇവള് സാരി വിറ്റ് കൊണ്ടുവരുന്ന ചെലവ് കൊണ്ട് ജീവിക്കണ്ട എന്നുള്ളത്. ഞങ്ങൾക്ക് 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ള ആശയുണ്ടെന്നും എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ളെങ്കിൽ അതിന് ഇങ്ങനെയുള്ള സംസാരമൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇവളെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അല്ലാതെ ഞങ്ങൾ ആരും തടയാനൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറയണേ എന്താണ് അമ്മ ഈ പറയുന്നത്? കുറച്ചു നേരം അമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ? ചാരുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണല്ലോ അമ്മ പറയുന്നത്, എന്തിനാണ് അവരെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? പിന്നെ ഞാൻ എന്തു വേണമെടി? അവർ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കണോ? അപ്പോൾ അനു പറയണേ എന്താ അമ്മ ഈ പറയുന്നത്? അമ്മയ്ക്ക് ഇങ്ങനെ പറയുന്നതിലും ഭേദം അമ്മയ്ക്ക്
എനിക്കിങ്ങനെ പറഞ്ഞൂടെ, എൻ്റെ മരുമകളെ നിങ്ങൾക്ക് വിട്ടുതരാൻ കഴിയില്ല, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോകാൻ നോക്ക്, അങ്ങനെയല്ലേ പറയേണ്ടത്, അല്ലാതെ ഏട്ടത്തിയെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ എന്നാണോ പറയേണ്ടത്. അപ്പോൾ കുഞ്ഞുമോള് പറയണേ, എന്തിനാണെന്നോ നിങ്ങൾ ഇവരൊക്കെ പറയുന്നത് കേട്ടോണ്ട് നിൽക്കുന്നത്, അവളെ കൈ പിടിച്ചോണ്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നോക്ക്, ചെല്ല് എന്ന് പറഞ്ഞ് കുഞ്ഞുമോള് എരിപിരി കയറ്റാണ്. അങ്ങനെ ശാന്തപ്പൻ ചാരുവിൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോഴത്തേക്കും ബാലൻ അങ്ങ് തടയുകയാണ്. എന്നിട്ട് ബാലനും ശാന്തപ്പനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും വരികയാണ്. അപ്പോൾ ആകാശും ഗോവിന്ദനൊക്കെ തടയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദൻ ശാന്തപ്പന് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അതോടുകൂടി ശാന്തപ്പൻ ശ്രേയെ കൊണ്ടുവന്ന ആ ഗിഫ്റ്റിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അതോടുകൂടി ആ വലിയ ഗിഫ്റ്റ് കണ്ട് ആ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് ശാന്തപ്പൻ ബാലനെ അടിക്കാൻ വേണ്ടി അങ്ങ് ഓങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശാന്തപ്പൻ അതെടുത്ത് അങ്ങ് എറിയുകയാണ്. ബാലൻ്റെ അടുത്തേക്ക് എറിയുന്ന സമയത്ത് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഹോമകുണ്ടത്തിലേക്കാണ് വീഴുന്നത്. അതോടുകൂടി ശ്രേയെ കൊണ്ടുവന്ന ആ ഒരു ഗിഫ്റ്റ് അങ്ങ് കത്തിപ്പോവുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ശ്രേയ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ശ്രേയ പെട്ടെന്ന് തന്നെ ആ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഗിഫ്റ്റ് എടുത്ത് കത്തുന്ന തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊന്നും ആ തീ അണയുന്നില്ല. അങ്ങനെ അത് മുഴുവനായിട്ടും അങ്ങ് കത്തി എരിയുകയാണ്. അതോടുകൂടി പ്ലാൻ അങ്ങ് ചീറ്റു പോവുകയാണ്. ശ്രേയ എല്ലാവർക്കും മുന്നിൽ ആകാശും ശ്രേയയും ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ കാണിച്ച് അത് എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കാം, എന്നിട്ട് ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കാം എന്ന് ഉദ്ദേശിച്ച് വന്ന ശ്രേയയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയത്. അങ്ങനെ ശാന്തപ്പൻ സമ്മാനം എടുത്ത് എറിഞ്ഞതോടുകൂടി ആ ഗിഫ്റ്റ് മുഴുവനായിട്ട് അങ്ങ് കത്തി അമരുകയാണ്. അതോടുകൂടി ശ്രേയയുടെ പ്ലാനും ചീറ്റി പോവുകയാണ്. അങ്ങനെ ഇനി ശാന്തപ്പനും കുഞ്ഞുമോളും നാണം കെട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ശ്രേയയുടെ മുന്നിൽ വെച്ച് ചാരുവിൻ്റെ കഴുത്തിൽ ആകാശ് വീണ്ടും താലി കെട്ടുകയാണ്. അത് ശ്രേയയ്ക്ക് കണ്ടുകൊണ്ട് നിൽക്കാനാണ് കഴിയുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.